നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ കടുത്ത വ്യാപാര വെല്ലുവിളികളെയും താരിഫ് കടമകളെയും അതിജീവിച്ച് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ കുതിപ്പ് തുടരുന്നു. ഡിസംബറിൽ അവസാന പാദത്തിൽ രാജ്യം 7.8% വളർച്ചാ നിരക്ക് കൈവരിച്ചതായി ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ നടത്തിയ പോളിൽ പ്രവചിക്കപ്പെടുന്ന 7.2% മറികടക്കുന്ന പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചിരിക്കുന്നത്. GDP കണക്കാക്കുന്നതിനുള്ള ചട്ടക്കൂട് സർക്കാർ പരിഷ്കരിച്ചതിനു ശേഷം പുറത്തുവന്ന ആദ്യ ഔദ്യോഗിക കണക്കുകളാണിതെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇന്ത്യയുടെ ഈ അസാധാരണ വളർച്ചാപാത ആഗോളതലത്തിലുള്ള എല്ലാ മുൻവിധികൾക്കും പ്രവചനങ്ങൾക്കും അപ്പുറമാണെന്നും ഓക്സ്ഫോർഡ് എക്കണോമിക്സിലെ വിദഗ്ധ അലക്സാണ്ടർ ഹെർമൻ അഭിപ്രായപ്പെട്ടു. പുതിയ കണക്കെടുപ്പ് രീതി പ്രകാരം മുൻപാദത്തിലെ 8.2% വളർച്ച 8.4% പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ 2026 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ മൊത്തം GDP എസ്റ്റിമേറ്റ് 7.4% നിന്ന് 7.6% ഉയർത്തുകയും ചെയ്തു. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം കൊണ്ടുവന്ന മാറ്റങ്ങൾ ഡാറ്റയുടെ ഗുണനിലവാരവും വിശ്വാസ്യതയും വർദ്ധിപ്പിച്ചതായും സമ്പദ്വ്യവസ്ഥയുടെ കൃത്യമായ ചിത്രം പ്രതിഫലിപ്പിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക ഡേറ്റയുടെ കൃത്യതയെക്കുറിച്ച് അന്താരാഷ്ട്ര നാണയനിധി നേരത്തെ പ്രകടിപ്പിക്കുന്ന ആശയങ്ങളും ഡിഗ്രേഡ് റേറ്റിംഗും പുതിയ പരിഷ്കരണത്തോടെ പരിഹരിക്കപ്പെടുമെന്നും MOSPI സെക്രട്ടറി സൗരവ് ഗാർഗ് പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തെ സ്വകാര്യ ഉപഭോഗത്തിലും സ്ഥിര മൂലധന രൂപീകരണത്തിലും 7%-ലധികം വളർച്ച രേഖപ്പെടുത്തിയത് ശ്രദ്ധേയമാണ്. ഇത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ അങ്ങേയറ്റം ഭദ്രമാണെന്നതിന്റെ തെളിവായി സാമ്പത്തിക ലോകം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയ 50% എന്ന വൻ താരിഫിന്റെ ആഘാതം ഇന്ത്യ നേരിട്ട ആദ്യത്തെ പൂർണ്ണ പാദമായിരുന്നു ഇത്. തുണിത്തരങ്ങളിൽ രത്നങ്ങൾ, ആഭരണങ്ങൾ, ഓട്ടോ ഘടകങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളെ ഈ താരിഫ് നേരിട്ട് ബാധിച്ചെങ്കിലും അവയ്ക്ക് ബദൽ വിപണികൾ കണ്ടെത്തുവാൻ ഇന്ത്യക്ക് അതിവേഗം സാധിച്ചു. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ താരിഫുകളിൽ ഭൂരിഭാഗവും US സുപ്രീം കോടതി നിരോധിച്ചതും താരിഫ് 18% കുറയ്ക്കുവാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇടക്കാല കരാറിലെത്തിയതും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വൻ ആശ്വാസമാകും. GST നിരക്കുകളിൽ വരുത്തിയ പരിഷ്കാരങ്ങളും റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചതും രാജ്യത്തെ ആഭ്യന്തര ഉപയോഗം വൻതോതിൽ വർദ്ധിക്കുവാൻ സഹായിച്ചു. GST പരിഷ്കരണം വഴി സർക്കാരിന് ഏകദേശം 48,000 കോടി രൂപയുടെ വരുമാനം നഷ്ടമുണ്ടായെങ്കിലും സമ്പദ് വ്യവസ്ഥ കൈവരിച്ച ഈ വേഗത്തിലുള്ള വളർച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കുള്ള വലിയ അംഗീകാരമായി മാറുകയാണ്. ഉത്സവ സീസണുകളിൽ സ്വർണത്തിന്റെയും വാഹനങ്ങളുടെയും വിൽപ്പനയിലുണ്ടാകുന്ന വൻ വർധനവും ഈ വളർച്ചാ നിരക്കിന് കരുത്തേകി. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.